വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ചിത്രം ബറോസ് തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണിത്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജു പുന്നൂസ് ആണ് 3D ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയതും ജിജു പുന്നൂസ് ആണ്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്നതും അതും ജിജു പുന്നൂസിന്റെ രചനയിൽ എന്നത് സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ സിനിമയ്ക്ക് ഏറെ ഹൈപ്പ് ലഭിച്ചിരുന്നു. ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. ബറോസ് എന്ന ഭൂതമായാണ് ലീഡ് റോളിൽ മോഹൻലാൽ സിനിമയിൽ വേഷമിടുന്നത്. പാസ് വേഗ, റാഫേൽ അമാർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 22-ലധികം തവണയാണ് താൻ ബറോസിന്റെ തിരക്കഥ തിരുത്തിയതെന്ന് മോഹൻലാൽ എഴുതിയ ബ്ലോഗിൽ പറഞ്ഞിരുന്നു. 2019 ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24-നായിരുന്നു. 170 ദിവസങ്ങളോളം ചിത്രീകരണം നടന്നിരുന്നു. പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. മാർക്ക് ഇലിയനാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത്. അന്താരാഷ്ട്ര സിനിമകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേത്. ഇന്റർനാഷണൽ ഫോമിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമയുടെ ടീസറും ഗാനവും ലൊക്കേഷൻ ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 40 വർഷം മുമ്പെത്തിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ഉപയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക് അടക്കം ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കറക്കുന്ന വിദ്യയാണിത്. അതുകൊണ്ടൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. മായ, സാറ വേഗ, തുഹിൻ മേനോൻ, ഗുരു സോമസുന്ദരം, സീസർ ലോറൻ ഡെറാറ്റൻ, ഇഗ്നാസിയോ മറ്റിയോസ്, കലിറോയ് സിയഫെറ്റ, കോമൾ ശർമ്മ, പത്മാവതി റാവു, പെട്രോ ഫ്യൂഗിറിഡോ, ജയചന്ദ്രൻ പാലാഴി, ഗീതി സംഗീത എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. നിരവധി സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനിടെ ബറോസ് സിനിമ നിയമക്കുരുക്കിൽ പെടുകയും ചെയ്തിരുന്നു. സിനിമയ്ക്കെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ചാണ് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ രംഗത്തെത്തിയത്. 2008-ൽ താൻ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലുമായി സിനിമയ്ക്ക് സാമ്യമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സിനിമയ്ക്കെതിരെ എഴുത്തുകാരൻ രംഗത്തെത്തിയത്. എന്നാൽ ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട ഹർജി എറണാകുളം ജില്ലാ കോടതി തള്ളി. ഈ വാദം നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഹർജി തള്ളിയത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒന്നിലധികം തവണ സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നീണ്ടുപോയതിനാൽ റിലീസ് മാറ്റിയിരുന്നു. മലയാള സിനിമാ ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈയൊരു ചിത്രം ക്രിസ്മസ് ദിനത്തിൽ വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിലെത്തും. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ലോകമെമ്പാടുമുള്ള സിനിമാസ്വാദകർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോവുകയെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.